എല്ലാവർക്കും നമസ്കാരം. ലിവീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളി ഒരു മാംഗോ പാൻകേക്കാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കറിയണ്ടേ. മാംഗോ പാൻകേക്കിനുള്ള അത്യാവശ്യ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദ, ഒരു ഹാഫ് ഗ്ലാസ് പാല്, ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മൾ മാംഗോ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരിഞ്ഞെടുത്തിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കണം. വെള്ളം ചേർക്കാതെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കണം. നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ജ്യൂസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊരു മാംഗോയുടെ ഒരു സോസും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഈ മാങ്ങ അരയ്ക്കുന്നതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കല്, അല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാംഗോ പ്യൂരി റെഡിയാക്കിയിട്ടുണ്ട്. മൈദയുണ്ട്, മുട്ടയുണ്ട്, പാലുണ്ട്, ബട്ടർ മെൽട്ടാക്കിയതുണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ. മുട്ട ആദ്യം നമുക്കൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സിയിൽ ഒഴിക്കാം. കാര്യം മുട്ട എപ്പോഴും അങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ ചിലപ്പം ചില മുട്ടകളൊക്കെ അഴുക്കായിരിക്കും. ഇനി ഇത് നമുക്ക് മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മാംഗോയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാംഗോ പാൻകേക്കാണ് ഉണ്ടാക്കുന്നതുകൊണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് മിൽക്ക്. ഇപ്പം മാംഗോയുടെ പ്യൂരി, ബട്ടർ, പാല്, ഒരു എഗ്ഗ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മൈദയിലോട്ട് മിക്സ് ചെയ്യണം. നമുക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് നല്ല മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മിക്സിയിൽ അടിച്ച കൂട്ട് ഇതിലോട്ട് യോജിപ്പിക്കാം. എന്നിട്ടൊരു വിസ്ക് വെച്ചിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ടിപ്പോൾ നമ്മുടെ മൈദയുടെ കൂട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കണം. അതിന് മുമ്പ് നമുക്കൊരു മാംഗോയുടെ സോസും ഉണ്ടാക്കണം. പാൻ വെച്ചിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് പാൻകേക്ക് ചുട്ടെടുക്കാം, മറ്റേതിൽ നമുക്കൊരു ഈ പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു മാംഗോയുടെ ഒരു സോസ് ഉണ്ടാക്കും. ഞാൻ ഈ പാനിലോട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കുന്നുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മെൽട്ടായി എടുക്കണം നമുക്ക് ആദ്യം. നല്ല ടേസ്റ്റാണ് ഈ പാൻകേക്കിന്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പാൻകേക്കാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. പക്ഷേ ആദ്യം നമ്മൾ മുട്ട, ബട്ടർ, പാല് എല്ലാം കൂടെ ആദ്യം അടിച്ചിട്ട് മൈദയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഷുഗർ ഏകദേശം മെൽട്ടായി വരും. ബട്ടർ ഏകദേശം ഒന്ന് മെൽട്ടായി വരുന്നുണ്ട്. ഞാൻ അതിലോട്ട് നമ്മുടെ മാംഗോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മാംഗോയുടെ സോസ് ചേർത്ത്. മാംഗോ സോസ് അല്ല, നമ്മൾ മാംഗോയുടെ പ്യൂരിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലൊരു ഗ്ലാസ് പോലുള്ളൊരു സോസ് കിട്ടും നമുക്ക്. നമ്മുടെ മാംഗോ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. കൂട്ടൊഴിച്ച് കൊടുക്കാം. ഉണ്ടല്ലോ, ഒരു ചെറിയൊരു സ്പൂണിൽ നിങ്ങളുടെ ഒരു കണക്കിനനുസരിച്ച് ചെറിയൊരു മതി. ഇപ്പോൾ നമ്മുടെ പാൻകേക്കിൽ നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ വരണം, കണ്ടില്ലേ?
ഇത് വൺ സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാൻ കേക്ക്സ് എല്ലാം ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇനി ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ റെഡിയാണ്. ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പാൻ കേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ മാംഗോ സോസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ അടുത്ത പാൻ കേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് മാംഗോ സോസ് വെച്ച് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ നാട്ടിലൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് നമുക്ക് ഒരു ബട്ടറും വെച്ച് കൊടുക്കണം. ഹണിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.